പ്രിയമുള്ളവരെ, സ്ഥിരതയില്ലാത്ത സ്നേഹം, സ്ഥിരതയില്ലാത്ത പ്രണയം, അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോ, തെറ്റിദ്ധാരണകൾ ഉണ്ടായപ്പോ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോ വിട്ടുപേക്ഷിച്ചു പോയ പ്രണയമാണ്. ഇനി ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നു, പീഡനങ്ങൾ ഉണ്ടാകുന്നു. പത്രോസിനും പൗലോസിനും ഒക്കെ ഉണ്ടായതുപോലെ കാരാഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഇപ്രകാരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ നീ സ്ഥിരതയോടെ സ്നേഹിക്കുമോ? എത്രയോ ശുശ്രൂഷകരാണ് ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ടുള്ളത്. എത്രയോ വൈദികരാണ്, സന്യസ്തരാണ് ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ടുള്ളത്. ചെയ്തുകൊണ്ടിരുന്ന പുണ്യപ്രവർത്തികൾ ഇനി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈശോയുമായിട്ടുള്ള സൗഹൃദമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ, if not okay, leave. But if your goal is your friendship with Jesus, നിന്റെ ലക്ഷ്യം ഈശോയുമായിട്ടുള്ള സൗഹൃദമാണെങ്കിൽ നിന്റെ സഹനങ്ങളിൽ നീ ത്യാഗമനോഭാവത്തോടുകൂടെ, സ്ഥിരതയോടുകൂടെ അവന്റെ കാൽച്ചുവട്ടിൽ തന്നെ ഉണ്ടാകും എന്നതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ